മക്കളെ, കീമിൻ്റെ ഒരു പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഇതെന്താ അപ്ഡേറ്റ് എന്ന് ചോദിച്ചാൽ, എൻജിനീയറിങ്ങിൻ്റെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിനായിട്ട് നിങ്ങളുടെ യോഗ്യതാ പരീക്ഷയുടെ മാർക്ക് ഓൺലൈനായിട്ട് കൊടുക്കാനുള്ള ഫെസിലിറ്റിയാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, കീമിൽ മെഡിക്കൽ അലൈഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അതേപോലെ ഫാർമസിയുടെ ഓപ്ഷൻ ഉണ്ടായിരുന്നു, എൻജിനീയറിങ്ങിൻ്റെ ഓപ്ഷൻ ഉണ്ടായിരുന്നു, അതേപോലെ ആർക്കിടെക്ചറിൻ്റെ ഓപ്ഷൻ ഉണ്ടാവും. ഒന്നിലധികമോ നിങ്ങൾ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും. ഇതിൽ ആർക്കാണ് ഇത് ബാധകമെന്ന് ചോദിച്ചാൽ, എൻജിനീയറിങ്ങിന് അപേക്ഷിച്ച് എൻജിനീയറിങ്ങിൻ്റെ എക്സാം എഴുതിയ കുട്ടികൾക്ക് മാത്രമാണ് ഇത് ബാധകം. ഇത് മെഡിക്കലിനോ ഫാർമസിക്കോ ആർക്കിടെക്ചറിനോ ബാധകമല്ല. ഈ മൂന്ന് കൂട്ടരുടെയും ഡീറ്റെയിൽ അല്ലെങ്കിൽ അവർ ചെയ്യേണ്ട പ്രൊസീജിയർ പിന്നാലെ വരികയുള്ളൂ. ഇപ്പോൾ നിലവിൽ എൻജിനീയറിങ് എക്സാം എഴുതിയവരും എൻജിനീയറിങ്ങിന് കേരളത്തിൽ പ്രവേശനം ആഗ്രഹിക്കുന്ന കുട്ടികളും മാത്രമാണ് ഈ വീഡിയോ ശ്രദ്ധിക്കേണ്ടത്. ഇനി അതിൻ്റെ നോട്ടിഫിക്കേഷനിലേക്ക് വന്നാൽ, 2026 എൻജിനീയറിംഗ് പ്രവേശന പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ, എൻജിനീയറിങ്ങിൻ്റെ പ്രവേശന പരീക്ഷ എഴുതിയവർ മാത്രം നോക്കിയാൽ മതി. അവർക്ക് അവരുടെ യോഗ്യതാ പരീക്ഷയുടെ, അതായത് +2 സെക്കൻഡ് ഇയറിൽ കിട്ടിയ മാർക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ഫെസിലിറ്റിയാണ്. അതിൽ മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി എന്നീ വിഷയങ്ങൾക്ക് ലഭിച്ച മാർക്കാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത്. അതിന് നിങ്ങൾ പോവേണ്ട സൈറ്റ് ce.kerala.gov.in എന്നുള്ള സൈറ്റിലാണ് നിങ്ങൾ ഈ മാർക്ക് സബ്മിറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഈ മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രിയാണ്. സപ്പോസ് ഒരു കുട്ടി കെമിസ്ട്രി പഠിച്ചിട്ടില്ലെങ്കിലും പ്രശ്നമില്ല. കെമിസ്ട്രി പഠിച്ചിട്ടില്ലാത്തവർക്ക് കമ്പ്യൂട്ടർ സയൻസിൻ്റെ മാർക്കും, കമ്പ്യൂട്ടർ സയൻസും പഠിച്ചിട്ടില്ലെങ്കിൽ ബയോടെക്നോളജിയുടെ മാർക്കും, ബയോടെക്നോളജിയും പഠിച്ചിട്ടില്ലെങ്കിൽ ബയോളജിയുടെ മാർക്കും. ഇത് കെമിസ്ട്രിക്ക് പകരമാണ്. മാത്സും ഫിസിക്സും നിർബന്ധമായിട്ടും പഠിക്കണം. ഇതിൻ്റെ മാർക്കാണ് പരിഗണിക്കുക. ഈ മാർക്ക് കൊടുക്കാനുള്ള സമയം ജൂൺ 7 വൈകിട്ട് 6 മണി വരെ മാത്രമാണ്. സമയം ഓർക്കുക, ജൂൺ 7 വൈകിട്ട് 6 മണി വരെ മാത്രമേ ഈ സമയം ഉണ്ടാവൂ. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ മാർക്ക് കൊടുത്തിട്ടില്ല എങ്കിൽ, അങ്ങനെ മാർക്ക് കൊടുക്കാത്ത കുട്ടികളെ റാങ്ക് ലിസ്റ്റിൽ പരിഗണിക്കില്ല. റാങ്ക് ലിസ്റ്റിൽ പരിഗണിക്കില്ല എന്ന് പറഞ്ഞാൽ കേരളത്തിൽ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗിന് അഡ്മിഷൻ കിട്ടില്ല എന്നാണ് അർത്ഥം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ സൈറ്റിൽ ce.kerala.gov.in എന്നുള്ള സൈറ്റിൽ കയറിയതിന് ശേഷം അതിൽ കീം 2024-26 കാൻഡിഡേറ്റ് പോർട്ടൽ എന്നുണ്ടാവും, നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടൽ. ഈ കാൻഡിഡേറ്റ് പോർട്ടലിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഹോം പേജിൽ കയറാം. ഹോം പേജിൽ കയറുമ്പോൾ ഒരു മാർക്ക് സബ്മിഷൻ ഫോർ എഞ്ചിനീയറിംഗ് എന്നുണ്ടാവും. ഇത് ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് യോഗ്യതാ പരീക്ഷയിൽ +2 കിട്ടിയ മാർക്ക് അവിടെ കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ യോഗ്യതാ പരീക്ഷ പാസ്സായ ബോർഡ് ഏതാണെന്നും വർഷം ഏതാണെന്നും രജിസ്റ്റർ നമ്പരും കൊടുത്താൽ ഒരുപാട് സിലബസ് അല്ലെങ്കിൽ ഒരുപാട് കുട്ടികളുടെ മാർക്കും മറ്റും അവിടെ ഡിസ്പ്ലേ കാണിക്കും. നിങ്ങൾ കൊടുക്കാതെ തന്നെ ഡിസ്പ്ലേ കാണിക്കും. അപ്പോൾ അവിടെ ഇത് കൊടുക്കുമ്പോൾ തന്നെ കുട്ടിയുടെ യോഗ്യതാ പരീക്ഷയുടെ മാർക്കിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ അതത് ബോർഡുകൾ ഈ ഓഫീസിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ, അതായത് ഏതൊക്കെ സിലബസിലാണ് നിങ്ങൾ പഠിച്ചത് അവരൊക്കെ സിഇക്ക് അഥവാ കീമിന് ഈ ഡേറ്റ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മാർക്ക് ആ പേജിൽ കാണാം, നിങ്ങൾ കൊടുക്കേണ്ടി വരില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ആ വെബ് പേജിൽ കാണിച്ചിട്ടുള്ള മാർക്കുകൾ നിങ്ങളുടെ മാർക്ക് ലിസ്റ്റുമായിട്ട് കമ്പയർ ചെയ്യുക. ശരിയാണോ എന്ന് നോക്കുക. ശരിയാണെങ്കിൽ, ഒരു തിരുത്തലും ഇല്ലെങ്കിൽ, നിങ്ങൾക്ക് സബ്മിറ്റ് മാർക്ക് ഡേറ്റ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്മിറ്റ് ചെയ്യാം. ഇവരെന്ത് ചെയ്യണ്ട, മാർക്ക് ലിസ്റ്റ് കൊടുക്കണ്ട. കാരണം എന്താ, നിങ്ങളുടെ ഡേറ്റ അവിടെ അവൈലബിൾ ആണ്. ആ ഡേറ്റയിൽ പറഞ്ഞ മാർക്കും നിങ്ങളുടെ മാർക്കും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല, എക്സാക്റ്റ് ആണ്. എങ്കിൽ നിങ്ങൾ വേറൊന്നും ചെയ്യേണ്ട, സബ്മിറ്റ് മാർക്ക് ഡേറ്റ എന്ന് കൊടുക്കുക, മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്യേണ്ടതില്ല. എന്നാൽ ഇങ്ങനെ അല്ലാത്ത കുറേ കുട്ടികളുണ്ടാവും. അതായത് അതിൽ കാണിച്ചിരിക്കുന്ന മാർക്ക് നിങ്ങളുടെ യഥാർത്ഥ മാർക്കുമായിട്ട് ചിലപ്പോൾ വ്യത്യാസമുണ്ടാവാം. ചിലപ്പോൾ അവിടെ നിങ്ങൾ രജിസ്റ്റർ നമ്പരും ഒക്കെ കൊടുക്കുമ്പോൾ നിങ്ങളുടെ മാർക്ക് തന്നെ കാണിക്കുന്നുണ്ടാവില്ല. അവർ മാർക്ക് കൊടുക്കേണ്ടി വരും. അതായത് നിങ്ങൾ ആ ഡിസ്പ്ലേ കാണിക്കുന്ന മാർക്കിൽ നിങ്ങളുടെ ലിസ്റ്റിലുള്ള മാർക്കിൽ നിന്ന് വ്യത്യാസമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേഞ്ച് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് ശരിയായ മാർക്ക് അവിടെ കൊടുക്കാം. എന്നിട്ടേ സബ്മിറ്റ് മാർക്ക് ഡേറ്റ കൊടുക്കാവൂ. അവിടെ ഡിസ്പ്ലേ കാണിച്ചിരിക്കുന്ന മാർക്ക് നിങ്ങൾക്ക് കിട്ടിയ മാർക്കുമായിട്ട് വ്യത്യാസമുണ്ടെങ്കിൽ അത് ചേഞ്ച് എന്ന് കൊടുത്ത് വ്യത്യാസം വരുത്തി സബ്മിറ്റ് മാർക്ക് ഡേറ്റ കൊടുക്കാം. ഇനി ചില കേസിൽ എന്താണ്, മാർക്കിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ബന്ധപ്പെട്ട പരീക്ഷാ ബോർഡുകൾ പ്രവേശന പരീക്ഷാ കമ്മീഷണർ ഓഫീസിൽ ലഭ്യമാക്കിയിട്ടില്ലെങ്കിൽ, ഇവിടെ നിങ്ങളുടെ ഡേറ്റ അവൈലബിൾ അല്ലെങ്കിൽ കുട്ടികൾ എന്ത് ചെയ്യണം, അവരുടെ ബോർഡ്, പാസ്സായ വർഷം, രജിസ്റ്റർ നമ്പർ എന്നിവ രേഖപ്പെടുത്തി അപ്പോൾ കാണുന്ന പേജിൽ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് നിങ്ങളായിട്ട് എൻ്റർ ചെയ്യണം. എന്നിട്ടാണ് സബ്മിറ്റ് മാർക്ക് ഡേറ്റ കൊടുക്കേണ്ടത്. അവ 2-3 കാറ്റഗറിയാണ്. ഒന്ന്, നിങ്ങൾ രജിസ്റ്റർ നമ്പറൊക്കെ കാണിക്കുമ്പോൾ നിങ്ങളുടെ ഡേറ്റ അവിടെ കാണിച്ചു, അത് കറക്റ്റാണ്, നിങ്ങൾക്ക് നേരെ സബ്മിറ്റ് ചെയ്യാം. രണ്ടാമത്തെ കുട്ടികൾ രജിസ്റ്റർ നമ്പറൊക്കെ കൊടുക്കുമ്പോൾ അവിടെ ഡേറ്റ കാണിച്ചു, ആ ഡേറ്റയിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ചേഞ്ച് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചേഞ്ച് ചെയ്തതിന് ശേഷം സബ്മിറ്റ് കൊടുക്കുക. മൂന്നാമത്തെ കാറ്റഗറി രജിസ്റ്റർ നമ്പരും മറ്റും കൊടുക്കുമ്പോൾ ഒന്നും കാണിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ മാർക്ക് അവിടെ എൻ്റർ ചെയ്തതിന് ശേഷം സബ്മിറ്റ് ചെയ്യുക. ഇതിലേതാണോ നിങ്ങൾക്ക് ബാധകം അത് നിങ്ങൾ ചെയ്യുക. ഇനി ഈ
ഏതെങ്കിലും ഒരു ബോർഡിൽ നിന്ന് ഡേറ്റ ലഭ്യമാകാതിരുന്നാൽ മാത്രമാണ് നിങ്ങൾ മാർക്ക് രേഖപ്പെടുത്തേണ്ടി വരിക. ഇതിൽ ഈ 2 കാറ്റഗറി, അതായത് ചേഞ്ച് എന്നുള്ള ഓപ്ഷൻ കൊടുത്തുകൊണ്ട് മാർക്ക് തിരുത്തിയവരും, ഇനി അതല്ല നിങ്ങളുടെ ഡേറ്റ തന്നെ നോട്ട് അവൈലബിൾ ആയിരുന്നു എന്ന് വിചാരിക്കുക. ഈ ഡേറ്റ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഡേറ്റ അവൈലബിൾ അല്ലായിരുന്നു, നിങ്ങളാണ് മാർക്ക് കൊടുത്തതെന്ന് വിചാരിക്കുക. ഈ 2 കൂട്ടരും എന്ത് ചെയ്യണം? നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്യണം. ആദ്യത്തെ കാറ്റഗറി, അതായത് നിങ്ങളുടെ ഡേറ്റ അവിടെ ഉണ്ട്, ആ ഡേറ്റയിൽ വ്യത്യാസങ്ങളും ഇല്ലെങ്കിൽ നിങ്ങൾ മാർക്ക് ലിസ്റ്റ് കൊടുക്കണ്ട. ബാക്കി ഈ 2 കാറ്റഗറിയും ചേഞ്ച് ചെയ്തവരും നിങ്ങളുടെ ഡേറ്റ അവിടെ ഇല്ലാതിരുന്നവരും എന്ത് ചെയ്യുക? മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്യണം. അത് PDF ഫോർമാറ്റുള്ളതായിരിക്കണം. ഇനി അപ്ലോഡ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റുകൾ അല്ലെങ്കിൽ മാർക്ക് ലിസ്റ്റ് വ്യക്തതയുള്ളതായിരിക്കണം, വായിക്കാൻ കഴിയുന്ന ക്ലിയർ ആയിട്ടുള്ള ഒരു PDF ആണ് അപ്ലോഡ് ചെയ്യേണ്ടത്. ഇനി അടുത്തത്, ഈ 3 കൂട്ടരും യോഗ്യതാ പരീക്ഷയിലെ മാർക്കുകൾ വിജയകരമായി സബ്മിറ്റ് ചെയ്തതിന് ശേഷം, അതായത് മാർക്ക് സബ്മിഷൻ ചെയ്തതിന് ശേഷം മാർക്ക് സബ്മിഷൻ കൺഫർമേഷൻ റിപ്പോർട്ട് ഡൗൺലോഡ് ചെയ്യണം. ഈ 3 കൂട്ടരും ചേഞ്ച് ഇല്ലാത്തവരും ചേഞ്ച് ഉള്ളവരും പുതിയതായി മാർക്ക് എൻ്റർ ചെയ്തവരുമൊക്കെ എല്ലാം കഴിഞ്ഞതിന് ശേഷം സബ്മിറ്റ് മാർക്ക് ഡേറ്റ കൊടുത്തതിന് ശേഷം ഈ മാർക്ക് സബ്മിഷൻ കൺഫർമേഷൻ റിപ്പോർട്ട് എന്നുള്ള റിപ്പോർട്ട് ഡൗൺലോഡ് ചെയ്ത് അത് ഫോണിലോ അല്ലെങ്കിൽ നിങ്ങളതിൻ്റെ പ്രിൻ്റ് എടുത്തോ എങ്ങനെയും നിങ്ങൾ സൂക്ഷിച്ചു വെക്കണം. അതാണ് നിങ്ങളുടെ പ്രൂഫ്, നിങ്ങൾ ചെയ്തു എന്നുള്ളതിൻ്റെ പ്രൂഫ്. ഇനി വെബ് പേജിൽ കാണിച്ചിരിക്കുന്ന മാർക്കിൽ തിരുത്തലുകൾ വരുത്തേണ്ടി വന്ന വിദ്യാർത്ഥികളും ഡേറ്റ ലഭ്യമാകാതിരുന്ന കേസിലെ കുട്ടികളുമൊക്കെ +2 മാർക്ക് അപ്ലോഡ് ചെയ്താൽ മാത്രമാണ് നിങ്ങളുടെ മാർക്ക് സബ്മിഷൻ കൺഫർമേഷൻ റിപ്പോർട്ട് അല്ലെങ്കിൽ കൺഫർമേഷൻ റിപ്പോർട്ട് കിട്ടുകയുള്ളൂ. നിങ്ങൾ നിങ്ങളുടെ മാർക്ക് കൊടുക്കുകയോ ചേഞ്ച് എന്ന് കൊടുത്തതിന് ശേഷം മാർക്ക് കൊടുക്കാതിരിക്കുകയോ ഒക്കെ ചെയ്താൽ പ്രശ്നങ്ങളാണ്. പ്രശ്നങ്ങളെന്ന് വെച്ചാൽ ഈ പ്രോസസ്സ് കഴിയൂല. അപ്പോൾ നിങ്ങളുടെ ഡേറ്റയിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ ചേഞ്ച് എന്ന് കൊടുത്ത് പുതിയ മാർക്ക് കൊടുക്കണം. ഡേറ്റ അവൈലബിൾ അല്ലെങ്കിൽ നിങ്ങൾ അവിടെ അവൈലബിൾ ആക്കി കൊടുക്കണം. ഇത്രയും ചെയ്ത് മാർക്ക് സബ്മിറ്റ് ചെയ്താലേ നിങ്ങൾക്ക് സബ്മിഷൻ ഡേറ്റ കിട്ടൂ. അപ്പോൾ ഈ സബ്മിഷൻ ഡേറ്റ കിട്ടുമ്പോഴാണ് ഈ പ്രൊസീജിയർ കഴിയുക എന്ന് ഓർക്കുക. ഇനി ഈ സബ്മിഷൻ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ കൺഫർമേഷൻ റിപ്പോർട്ടോ അല്ലെങ്കിൽ +2 മാർക്ക് ഷീറ്റോ നിങ്ങൾ ഓഫീസിലേക്കൊന്നും അയക്കണ്ട. നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിലൂടെ അപ്ലോഡ് ചെയ്താൽ മാത്രം മതി. ഇനി എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിനായിട്ട് അപേക്ഷകൻ സമർപ്പിക്കുന്ന +2 മാർക്ക്, പരീക്ഷാ ബോർഡ് ഓരോ വിഷയത്തിനും കിട്ടിയ മാർക്ക്, പരമാവധി മാർക്ക്, വിഷയം അതുപോലെ പാസ്സായ വർഷം, ഇതൊക്കെ അഡ്മിഷൻ്റെ സമയത്താണ് വെരിഫിക്കേഷൻ നടത്തുക. ഇപ്പോൾ വെരിഫിക്കേഷൻ ഉണ്ടാവില്ല, അഡ്മിഷൻ്റെ സമയത്തെ വെരിഫിക്കേഷൻ ഉണ്ടാവും. അപ്പോൾ ആ നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, ഇത് എഞ്ചിനീയറിംഗിൻ്റെ റാങ്ക് ലിസ്റ്റുമായിട്ട് മാത്രമാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇതിൽ മെഡിക്കൽ അലൈഡോ ഫാർമസിയോ ആർക്കിടെക്ചറോ ഇതിൽ വരുന്നില്ല, എഞ്ചിനീയറിംഗ് മാത്രമാണ്. ബാക്കിയുള്ളത് വരുന്ന മുറയ്ക്ക്, അതായത് നോട്ടിഫിക്കേഷൻ വരുന്ന മുറയ്ക്ക് ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യാം. ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.